ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സെക്ഷനിൽ കാണാൻ പോകുന്നത് വാട്ട് ഈസ് പ്രഗ്നൻസി, എന്താണ് ജസ്റ്റേഷൻ, പാച്ചുറേഷൻ, ലാക്ടേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് പ്രഗ്നൻസി എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് പ്രഗ്നൻസി? അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്താണെന്നൊക്കെ കണ്ടു. നോർമൽ കേസിൽ, മാമൽസിൻ്റെ കേസിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്ന് പറയുമ്പം അത് എന്തെല്ലാം ചേരുന്നതാണ്? ഒവേറിയൻ സൈക്കിൾ പ്ലസ് യൂട്ടറൈൻ സൈക്കിൾ ആണല്ലോ. ഇതിനെ എന്തെന്നും പറയാം? മെൻസ്ട്രൽ സൈക്കിൾ എന്നും പറയാം. ഒവേറിയൻ സൈക്കിൾ ഓർ മെൻസ്ട്രൽ സൈക്കിൾ, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് മാമൽസിൻ്റെ കേസിൽ നോർമലി ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സൈക്കിൾ. അപ്പം ഈ സൈക്ലിക്കൽ പ്രോസസ്സിന് ചില ചേഞ്ചസ് സംഭവിക്കുന്നു. മനസ്സിലായോ? ഈ ചേഞ്ചസ് എങ്ങനെയാ തുടങ്ങുന്നത്? ആദ്യം ഒരു ഫെർട്ടിലൈസേഷൻ നടക്കും, അത് കഴിയുമ്പോൾ ഒരു ഇംപ്ലാന്റേഷൻ നടക്കും, അതിൻ്റെ എല്ലാം റിസൾട്ടായിട്ടൊരു ചൈൽഡ് ബർത്ത്. ആകെ മൊത്തം സിറ്റുവേഷനെ നമുക്ക് എന്തെന്ന് പറയാം? പ്രഗ്നൻസി. അപ്പോൾ പ്രഗ്നൻസി എന്താണെന്നുള്ളത് മനസ്സിലായോ? ഡെഫിനിഷൻ ആയിട്ട് എങ്ങനെ പറയാം? സം ചേഞ്ചസ് ആർ ഹാപ്പനിങ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ starting with fertilization followed by implantation and it culminates in childbirth. So that condition in the case of women is called pregnancy. മനസ്സിലായോ? ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് നമുക്കറിയാലോ. എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്തു, സൈഗോട്ട് ഉണ്ടായി, സൈഗോട്ട് പിന്നെ ഡിവൈഡ് ചെയ്തു, എംബ്രിയോ ആയി, എംബ്രിയോ യൂട്രസിൻ്റെ വാളിൽ ഇംപ്ലാന്റ് ചെയ്തു. അപ്പം ആ രണ്ട് ചേഞ്ചസ് നടന്നു അല്ലേ റീപ്രൊഡക്റ്റീവ് സൈക്കിളിൽ. അപ്പം ആ ഒരു സിറ്റുവേഷനെയാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമുക്കിനി പ്രഗ്നൻസിയുടെ ടൈമിൽ കുറേ ചേഞ്ചസ് സ്ട്രക്ചർ വൈസ് ആയിട്ടും ഫിസിയോളജി ആയിട്ടും കുറേ ചേഞ്ചസ് നമ്മൾ പ്രഗ്നൻറ്റ് ലേഡിയുടെ ബോഡിയിൽ നിൽക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫെർട്ടിലൈസേഷൻ നടന്നത് കൊണ്ടാണല്ലോ ബാക്കി പ്രോസസ്സ് നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് നമുക്കറിയാം. എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്യുന്നതാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് പിന്നെ അണ്ടർഗോസ് ഇത് കുറേ ഡിവിഷൻ, സൈഗോട്ട് പിന്നെ കുറേ ഡിവിഷൻസ് നടന്നിട്ട് കുറേ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് സെൽസ് അങ്ങനെ എംബ്രിയോ ഉണ്ടാവും. എംബ്രിയോ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് എംബ്രിയോ പോയി യൂട്രസിൻ്റെ വാളിൽ ഫിക്സ്ഡ് ആവുന്നത്. അതിനെ ഇംപ്ലാന്റേഷൻ എന്ന് പറയും. ആ പ്രോസസ്സ് നടക്കും. അത് കഴിയുമ്പോഴത്തേക്ക് യൂട്രസ് എൻലാർജ് ചെയ്യും, വലുതാവണ്ടേ, കുഞ്ഞിനെ മൊത്തത്തിൽ അക്കോമഡേറ്റ് ചെയ്യണ്ടേ, അതിന് നല്ല കുഷ്യനിങ് ഇഫക്റ്റ് കൊടുക്കണ്ടേ, നല്ല സ്പോഞ്ചുള്ള ബെഡ് കൊടുക്കണ്ടേ കുഞ്ഞിന് കിടക്കാൻ. അപ്പം വോളൊക്കെ നല്ലതായിട്ട് തിക്കൻ ചെയ്യും, എൻഡോമെട്രിയൊക്കെ നല്ല തിക്കനാവും, നല്ല ബ്ലഡ് വെസൽസ് ഒക്കെ അതിനകത്ത് ഡെവലപ്പ് ചെയ്യും കുഞ്ഞിന് നറിഷ്മെൻറ്റ് കൊടുക്കാൻ. പിന്നെന്തുവാണ്? മാമറി ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്യും. മാമറി ഗ്ലാൻഡ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും, കാരണം കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴത്തേക്ക് ഫീഡ് ചെയ്യണ്ടേ. അപ്പം അതിൻ്റെ ഡെവലപ്മെൻറ്റും എൻലാർജ്മെൻറ്റും നടക്കും. അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി ഏതൊക്കെയാണ് ഹോർമോൺസ്? പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ആണ് അവിടുത്തെ മെയിൻ ആൾക്കാർ കേട്ടോ. ആ സമയത്ത് പ്ലാസ്മയിൽ ഏത് കൂടുതലായിരിക്കും? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കൂടുതലായിരിക്കും. അപ്പം എന്ത് ചെയ്യുന്നത്? ഈസ്ട്രജൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂട്ടറൈൻ മസിൽസ് അതിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? യൂട്രസിൻ്റെ മസിൽസിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. പിന്നെ പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യുന്നറിയാമോ? യൂട്ടറസ് ഇങ്ങനെ ഇരുന്നിട്ട് ഒരുപാട് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള എംബ്രിയോ എന്ത് ചെയ്യും? പുറത്തോട്ട് എക്സ്പെല്ലായി പോകത്തില്ലേ? അപ്പം അങ്ങനെ ഒരുപാട് യൂട്രസ് കിടന്ന് കോൺട്രാക്ട് ചെയ്യാതിരിക്കാൻ ആരാ സഹായിക്കുന്നത്? പ്രൊജസ്ട്രോൺ ഇൻഹിബിറ്റ് ചെയ്യും യൂട്രൈൻ മൂവ്മെൻറ്റിനെ കേട്ടോ.
പിന്നെ കോർപ്പസ് ലൂട്ടിയം നമ്മൾ പഠിച്ചു. എന്താ ഈ കോർപ്പസ് ലൂട്ടിയം ആക്ച്വലി എന്തുവായിരുന്നു? മെച്യൂർ ആയിട്ടുള്ള ഗ്രേഫിയൻ ഫോളിക്കിൾ ഓവത്തിനെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള സ്ട്രക്ചറാണ് കോർപ്പസ് ലൂട്ടിയം. അദ്ദേഹമാണ് നമുക്ക് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിൽ സെക്രീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? നമ്മൾ നേരത്തെയുള്ള വീഡിയോസിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പം ഈ കോർപ്പസ് ലൂട്ടിയം ഈസ്ട്രജനും പ്രൊജസ്ട്രോണും സെക്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ? കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ. അപ്പോൾ എപ്പോഴാണ് പ്ലാസൻ്റ സെക്രീറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയം വരെ അല്ലേ? അപ്പോൾ അതുവരെ ആ ഒരു സെക്രീഷൻ, ആ ഒരു ഫങ്ഷൻ നിലനിർത്തിക്കൊണ്ട് പോകണം, സസ്റ്റെയിൻ ചെയ്യണം. അപ്പം അതിനെ ആ ഒരു ഫങ്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പ്രോംപ്റ്റ് ചെയ്യുന്ന ഒരു ഹോർമോണുണ്ട്. ആ ഹോർമോണിന്റെ പേരാണ് കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. കോറിയോണിക് ഗൊണാഡോട്രോപ്പിനാണ് കോർപ്പസ് ലൂട്ടിയത്തിനെ പെർസിസ്റ്റ് ചെയ്യുന്നത്, നിലനിർത്തുന്നത്. ഇത് വേണം, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും സെക്രീറ്റ് ചെയ്യണം, വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പെർസിസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഇനി ഈ ഹോർമോൺ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ട്രോഫോബ്ലാസ്റ്റ് സെൽസ് ആണ്. ട്രോഫോബ്ലാസ്റ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എംബ്രിയോയുടെ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് സെൽസ് ആണ് ട്രോഫോബ്ലാസ്റ്റ് സെൽസ്. അപ്പോൾ ആ സെൽസ് ആണ് ഈ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ അതാണ് പ്രഗ്നൻസി എന്താണെന്ന് ജനറലായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ടീച്ചർ ചെറുതായിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്കിനി ജസ്റ്റേഷൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ജസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, സൈഗോട്ട് എംബ്രിയോ ആയി യൂട്രസിന്റെ വാളിൽ ഇംപ്ലാന്റഡ് ആയി. അപ്പോൾ ഇംപ്ലാന്റ് ചെയ്ത് വെറുതെ അവിടെ ഇരുന്നാൽ പറ്റുമോ? പോരാ, അത് അവിടെ ഇരുന്ന് വളർന്ന് ഡെവലപ്പ് ചെയ്ത് കുഞ്ഞുവാവ ഫീറ്റസ് ആവണം. ആ പീരീഡ് ഓഫ് ഡെവലപ്മെന്റിനെയാണ് ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ആ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? അപ്പോൾ നമ്മൾ ഏത് ലേഡിയുടെ കേസാണോ എടുക്കുന്നത്, പ്രഗ്നന്റ് ലേഡിയുടെ കേസാണോ എടുക്കുന്നത്, ആ ലേഡിയുടെ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡിൻ്റെ ഫസ്റ്റ് ഡേയിൽ തുടങ്ങിയിട്ടുള്ള 280 ഡേയ്സ്. ആ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡിൻ്റെ ഫസ്റ്റ് ഡേയിൽ സ്റ്റാർട്ട് ചെയ്ത് ടിൽ ദ കമ്മിങ് പിന്നീട് വരുന്ന 280 ദിവസം. അതാണ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി എംബ്രിയോ എന്ന് നമുക്ക് എപ്പോൾ വരെ അതിനെ വിളിക്കാം? നമ്മുടെ വളർന്നു വരുന്ന ബേബിയെ എംബ്രിയോ എന്ന് നമുക്ക് എപ്പോൾ വരെ വിളിക്കാം? ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും ഒക്കെ കഴിഞ്ഞ് 8th വീക്ക് വരെ ഉള്ള ഡെവലപ്മെന്റിനെ നോട്ട് ചെയ്ത പീരീഡ്, 8th വീക്ക് വരെയുള്ള ഡെവലപ്മെന്റൽ പീരീഡിനെയാണ് എന്തെന്ന് പറയുന്നത്? എംബ്രിയോ എന്ന് പറയുന്നത്. 8th വീക്ക് വരെ. ഓക്കെ, ഇനി 8th വീക്ക് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ടിൽ ബർത്ത് വരെ അതിനെ എന്തെന്ന് പറയാം? നമുക്ക് ഫീറ്റസ് എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പോൾ ഇനി ആ ഫീറ്റസ് അനക്കം വെക്കുന്ന എപ്പോഴാ? പ്രഗ്നൻസിയുടെ മിഡിലാവുമ്പോഴാണ് ഫീറ്റസിന് അനക്കമൊക്കെ വെച്ച് വരുന്നത്. അമ്നിയോണും കോറിയോണും ഒക്കെ ഡെവലപ്പ് ചെയ്യും. എന്തായി അമ്നിയോണും കോറിയോണും? നമ്മുടെ കുഞ്ഞ് ബേബിയുടെ പുറമേ ഉള്ള രണ്ട് കവറിങ് ആണ്. അതിനെ ഇങ്ങനെ നല്ല സൂക്ഷിച്ച് വെക്കാനുള്ള യൂട്രസിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന 2 കവറിങ് ആണ് അമ്നിയോൺ ആൻഡ് കോറിയോൺ. 2 സാക്സ് നമുക്കിവിടെ കാണാൻ കണ്ടോ? അമ്നിയോൺ ആണ് ഏറ്റവും ആദ്യം ഉള്ളത്. അതിൻ്റെ പുറമേ ഉള്ളതാണ് കോറിയോൺ എന്ന് പറയുന്നത്. ഇത് രണ്ടും വെച്ച് നല്ല സൂക്ഷിച്ചിട്ടാണ് യൂട്രസിന്റെ ഉള്ളിൽ കുഞ്ഞുവാവ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ അംബ്ലിക്കൽ കോഡ് നമുക്ക് കാണാം. അംബ്ലിക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്തോ സംഭവം? ഇത് നമ്മുടെ ഈ പ്ലാസൻ്റ ഉണ്ടല്ലോ, പ്ലാസൻ്റയെ എന്താണ് അമ്മയുടെ ബോഡിയായിട്ട് കണക്ട് ചെയ്യുന്നതാണ് അംബ്ലിക്കൽ കോഡ്. അമ്മയുടെ ബോഡിയിൽ നിന്ന് ന്യൂട്രിയൻസ് ഒക്കെ കുഞ്ഞിന് കിട്ടുന്നത് ഈ പ്ലാസൻ്റയെ വഴി അംബ്ലിക്കൽ കോഡ് വഴിയാണ് കുഞ്ഞിന് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ട് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് 2 സാക്സിന്, അമ്നിയോണും കോറിയോണും. അതിനകത്ത് ആണ് കുഞ്ഞുവാവയെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിന്റെ പേരിൽ ലിക്വിർ ആംനി എന്നാണ് പറയുന്നത്. ലിക്വിർ ആംനി എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്തുവാണ്? വെളിയിൽ നമ്മൾ പെട്ടെന്ന് കാണും എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ ഷോക്ക് വന്നു കഴിഞ്ഞാൽ അതൊന്നും അഫക്റ്റ് ചെയ്യാതെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഫീറ്റസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ റോള്. അത് നമുക്കൊരു മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കൊടുക്കും. ഇതൊക്കെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്.
അപ്പം അത് കഴിഞ്ഞു. ഇനി നമ്മൾ പാക്ചുറേഷൻ, ലേബർ, ഡെലിവറി, അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. എന്താ പാക്ചുറേഷൻ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസ് എംറ്റി ചെയ്യുന്ന പ്രോസസ്സ് ആൻഡ് ഓൾസോ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. പ്രഗ്നൻസി അതോടെ തീരുകയാണ് ഈ പാക്ചുറേഷൻ കഴിയുന്നതോട്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയണം. ഫീറ്റസിൻ്റെ ഓറിയൻറ്റേഷൻ ആ ലേബറിൻ്റെ ടൈമിൽ എങ്ങനെയായിരിക്കും? ഫീറ്റസിൻ്റെ ഹെഡ് ഡൗൺവേർഡ് ആയിരിക്കും. ഡൗൺവേർഡ് ചെയ്തിട്ട് നമ്മുടെ പെൽവിസ് പോർഷൻ്റെ കാവിറ്റിയിലോട്ട് ഇറങ്ങി ഇങ്ങനെ ഇരിക്കും. ഈ പാക്ചുറേഷൻ്റെ ലേബർ ഡെലിവറി ടൈമിൻ്റെ 2 ആഴ്ചയ്ക്ക് മുമ്പ് മുതൽ ഈ ഒരു ഓറിയൻറ്റേഷനിലായിരിക്കും ഫീറ്റസ് ഇരിക്കുന്നത്. മനസ്സിലായോ? ജനറലായിട്ടുള്ള ചേഞ്ചസ് റഫായിട്ട് ഞാനൊന്ന് പറയാം, നോക്കിക്കോ. അപ്പോൾ പാക്ചുറേഷൻ്റെ ബിഗിനിങ് ഫേസിൽ യൂട്ടറസിൻ്റെ വാള് കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ആദ്യത്തെ കോൺട്രാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, കുഞ്ഞ് വീക്കായിരുന്നു. പിന്നീട് അതങ്ങ് സ്ട്രോങ് ആവും. സ്ട്രോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പോഴാണ് പെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മണിക്കൂറുകളോളം പിന്നെ ഇങ്ങനെ നീണ്ട് നിൽക്കും. അത് പറയാൻ പറ്റത്തില്ല. അത് ഇത് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. പിന്നെ അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? യൂട്രൈൻ കോൺട്രാക്ഷൻസ് കുഞ്ഞിൻ്റെ തല ആ വജൈന വഴി അല്ലെങ്കിൽ സെർവിക്സ് വഴിയൊക്കെ പാസ് ചെയ്ത് വരണ്ടേ, ആ രീതിയിലൊന്ന് മോൾഡ് ചെയ്യാൻ യൂട്ടറൈൻ കോൺട്രാക്ഷൻസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്തുവാണ് ഇത് ഡൈലേറ്റ് ചെയ്യും. യൂട്രൈൻ കോൺട്രാക്ഷൻസ് നടക്കുന്നത് കൊണ്ട് യൂട്രസിൻ്റെ ഔട്ട്ലെറ്റ് ഞാൻ പുറത്തോട്ടുള്ള ആ ഒരു വഴി ഡൈലേറ്റഡ് ആവും ഈ കോൺട്രാക്ഷൻസ് വഴി. അപ്പോൾ അതും ഒരു ചേഞ്ചാണ്. പിന്നെ വജൈനൽ വാൾ എന്ത് ചെയ്യും? ബിക്കം മോർ പ്ലേബിൾ ആൻഡ് ഡിസ്റ്റൻസിബിൾ. പ്ലേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഫ്ലെക്സിബിൾ ആവും വജൈനൽ വാൾ. കാരണം അതിങ്ങനെ ഡൈലേറ്റ് ചെയ്യണം, കുഞ്ഞിറങ്ങി വരണ്ടേ, കുഞ്ഞിനെ പുറത്തേക്ക് പിന്നെ എംറ്റി ചെയ്യണ്ടേ. അപ്പോൾ അത് അടുത്ത ചേഞ്ചാണ്. പിന്നെന്താണ്? മെംബ്രേനിയസ് സാക്ക് നമ്മൾ കണ്ടില്ലായിരുന്നോ? അമ്നിയോണും കോറിയോണും. അത് എന്ത് ചെയ്യും? ബൾജ് ചെയ്ത് വജൈനയിലേക്ക് ബൾജ് ചെയ്ത് വരും. എന്നിട്ട് അത് റപ്ചർ ചെയ്യും. റപ്ചർ ചെയ്യുമ്പോൾ അതിനകത്ത് അമ്നിയോട്ടിലെ ഫ്ലൂയിഡ് പുറത്തേക്ക് റിലീസ് ചെയ്യും. അതും ഒരു ലേബറിൻ്റെ ഇനിഷ്യൽ ടൈമിലെ പ്രോസസ്സാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഓറിയൻറ്റേഷനൊക്കെ കണ്ടോ? അപ്പം എന്താ പെൽവിക് പോർഷനിലേക്ക് തല ഇങ്ങനെ ഇറങ്ങി ഈ ലേബറിൻ്റെ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ ഒരു ഓറിയൻറ്റേഷനിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ആ പാച്ചുറേഷൻ്റെ ടൈം കൊണ്ട് അടുക്കുന്ന സമയത്ത് നമുക്കറിയാം കുഞ്ഞ് ഫുള്ളി ഡെവലപ്ഡ് ആണ്. കുഞ്ഞിൻ്റെ അഡ്രീനൽ ഗ്ലാൻഡ്, കുട്ടിയുടെയാണ് കേട്ടോ, കുഞ്ഞിൻ്റെ അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് ചില ഹോർമോൺസ് മദറിൻ്റെ ബ്ലഡിലേക്ക് എത്തും. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മദറിൻ്റെ ബോഡിയിൽ മദറിൻ്റെ പിറ്റ്യൂട്ടറി ഓക്സിറ്റോസിൻ സെക്രീറ്റ് ചെയ്യും. അപ്പം ഈ ഓക്സിറ്റോസിൻ്റെ ഇൻഫ്ലുവൻസിൽ യൂട്ടറസ് നല്ലതായിട്ട് കോൺട്രാക്ട് ചെയ്യും. സ്ട്രോങ് ആയിട്ട് കോൺട്രാക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ചൈൽഡ് ബർത്ത് ബ്രിങ് അബൌട്ട് ചെയ്യാൻ വേണ്ടി. മനസ്സിലായോ? പിന്നെ നമുക്ക് ഈ ലേബർ, എന്താണ് ലേബർ എന്ന് നമുക്ക് ഒറ്റ സെൻറ്റൻസിൽ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ദ ഫോഴ്സ്ഫുൾ മസ്കുലാർ കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ്. യൂട്രസിൻ്റെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള മസ്കുലർ കോൺട്രാക്ഷൻ ആണ്. ഓക്കെ, മനസ്സിലായേ? ഇനി നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പാച്ചുറേഷൻ ലേബറിൻ്റെത് നമുക്കൊന്ന് കാണാം. 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പം ഡൈലേഷൻ അല്ലേ? സെർവിക്സും വജൈനയും എല്ലാം ഡൈലേറ്റ് ചെയ്യണം ആ ഫീറ്റസിനെ പുറത്തേക്ക് എംറ്റി ചെയ്യാൻ വേണ്ടി. അപ്പം അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 12 hours ആണ്. അപ്പം എങ്ങനെയാണ് അത് ബിഗിൻ ചെയ്യുന്നത്? പെരിസ്റ്റാൾട്ടിക് കോൺട്രാക്ഷൻസ്. യൂട്രസ് എന്താ സപ്പോസ് ഇത് യൂട്രസ് ആണെങ്കിൽ അത് നന്നായിട്ട് അങ്ങോട്ട് കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ? കോൺട്രാക്ട് ചെയ്യാൻ, കോൺട്രാക്ഷൻസ് അങ്ങ് തുടങ്ങും. അത് എവിടെ നിന്നാണ്? ടോപ്പിൽ നിന്ന് ഡൗണിലേക്കാണ്. അപ്പോൾ ഈ ടോപ്പ് പോർഷൻ ഇവിടെയാണ് കോൺട്രാക്ഷൻസ് ഭയങ്കര പവർഫുള്ളായിട്ട് വരുന്നത്. ഈ പോർഷൻ പാസീവായിട്ട് ഇരിക്കുകയുള്ളൂ. നമുക്കറിയാം, ഒരു ട്യൂബ് നമ്മൾ ഞെക്കുമ്പോൾ മോളിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോഴെല്ലാം ഇവിടെ ഉള്ള കണ്ടന്റ് താഴോട്ട് പോവുള്ളൂ. അതേപോലൊക്കെ. അപ്പം ആ ഒരു കോൺട്രാക്ഷൻസിൻ്റെ റിസൾട്ടായിട്ട് ഫീറ്റസ് എങ്ങോട്ട് വരും? സെർവിക്സിലേക്ക് മൂവ് ചെയ്ത് പുഷ് ചെയ്ത് വരും. മനസ്സിലായോ?
അപ്പം പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു 2 സാക്ക് ഉണ്ടെന്ന് പറഞ്ഞു, അമ്നിയോണും കോറിയോണും. അതങ്ങ് റപ്ചർ ചെയ്യും. റപ്ചർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ട്, അത് റിലീസ് ചെയ്യും. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പാസസ് ഔട്ട്. അപ്പോൾ വജൈന ലൂബ്രിക്കേറ്റഡ് ആവും. അതാണ് അടുത്തത് നടക്കുന്നത്. അങ്ങനെ സെർവിക്സ് ഡൈലേറ്റ് ചെയ്യും, നന്നായിട്ട് ഓപ്പൺ ചെയ്യും. ഫീറ്റൽ പ്ലാസൻറ്റ എന്ത് ചെയ്യും, യൂട്രസിൻ്റെ വാളിൽ നിന്ന്. അപ്പം യൂട്രസിൻ്റെ വാളിനകത്താണല്ലോ ഇരിക്കുന്നത്. ഇപ്പം അറ്റാച്ച് ചെയ്തിരിക്കുമായിരുന്ന പ്ലാസൻറ്റ, അതിനകത്ത് ബേബി അല്ലേ, ഇത് നമ്മുടെ ബേബി. അപ്പം ഈ യൂട്രസിൻ്റെ വാളിൽ നിന്ന് പ്ലാസൻറ്റ വിട്ട് വരും, മനസ്സിലായോ? അപ്പം അതും ആ ഒരു സമയത്താണ് നടക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേജാണ് ഈ എക്സ്പെൽഷൻ. കുഞ്ഞിനെ പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്ന സ്റ്റേജാണ്. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 20 minutes to 1 hour വരെ ലാസ്റ്റ് ചെയ്യുക. അപ്പം യൂട്ടറൈൻ കോൺട്രാക്ഷൻസ് ഒന്നുകൂടെ പവർഫുൾ ആവും. ആദ്യം അത്ര പവർഫുൾ അല്ലായിരുന്നു, അപ്പം ഇത്തിരിയും കൂടെ സ്ട്രോങ് ആകും. പിന്നെ ആ സ്ട്രോങ് യൂട്ടറൈൻ കോൺട്രാക്ഷൻസിന് ഒന്നുകൂടെ പവർ കൊടുക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഡോക്ടർ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ ലേഡിയുടെ അടുത്ത് പറയും പുഷ് ചെയ്യൂ എന്ന് പറയത്തില്ലേ. അപ്പോൾ പുഷ് ചെയ്യുമ്പം അബ്ഡോമിനൽ വാളിലാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ മസിൽസിൻ്റെ ഒരു കോൺട്രാക്ഷൻസ് കൂടെ യൂട്രൈൻ കോൺട്രാക്ഷൻസിന് സപ്പോർട്ട് കൊടുക്കും, അത്രയും പവർഫുൾ ആക്കും ആ ബേബിയെ പുറത്തേക്ക് എംപ്റ്റി ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ കോൺട്രാക്ഷൻസ് എല്ലാം കൂടെ എന്തിന് ഹെൽപ്പ് ചെയ്യും, ബേബിയെ ഡൈലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെർവിക്സ് വഴി പുറത്തേക്ക് എക്സ്പെൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആദ്യം പുറത്ത് വരുന്നത് ഏതാണ്, ഞാൻ പറഞ്ഞു ഹെഡാണ് വരുന്നത്. പിന്നീടാണ് ബാക്കി ബോഡി പാർട്ടെല്ലാം വരുന്നത്. അത് കുഞ്ഞു പൂർണ്ണമായിട്ട് പുറത്ത് വന്ന് കഴിയുമ്പം അംബ്ലിക്കൽ കോഡ് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് മദറിൻ്റെ പ്ലാസൻ്റെയും കുഞ്ഞും തമ്മിലുള്ള കണക്ഷനാണ്. കുഞ്ഞിന് എന്താണ് നറിഷ്മെൻറ്റ്, പിന്നെ ഓക്സിജൻ, ബ്രീത്തിങ് ഓക്സിജൻ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം കുഞ്ഞ് പുറത്ത് വന്നു, അതിന് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ കഴിക്കാൻ പറ്റും, ഫീഡ് ചെയ്യാൻ പറ്റും എന്നാകുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, അതിപ്പോൾ കട്ട് ചെയ്ത് ടൈ ചെയ്യും. ഓക്കെ, ഇനി തേർഡ് സ്റ്റേജ്, കുഞ്ഞ് പുറത്ത് വന്നു, ഇനി ബാക്കി എന്ത് സാധനം അകത്ത് കിടപ്പുണ്ട്, പ്ലാസൻ്റ കിടപ്പുണ്ട്, അതിനെ എക്സ്പെൽ ചെയ്യണം. അത് 10 to 45 minutes ആണ്. അത് ഫീറ്റൽ ബർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നടക്കുന്നത്. അപ്പോൾ അതും പുറത്തേക്ക് വരുന്നത് എന്തുകൊണ്ട് തന്നെയാണ്, യൂട്രൈൻ കോൺട്രാക്ഷൻസ് വഴി തന്നെയാണ് പുറത്ത് വരുന്നത്. അപ്പം നോർമലി എന്താണ്, ഒരു കുഞ്ഞ് ഈ ഡൈലേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലും നോർമലി ഒരു ബേബി ബർത്ത് നടന്നില്ല എങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഒരു ഓപ്പറേഷൻ സിസേറിയൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടത് വളരെ 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 അർജൻറ്റാണ്. ഓക്കെ, ഇനി ഞാനൊരു വീഡിയോ കാണിക്കാം, അതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ സ്റ്റേജസ് എല്ലാം കാണാൻ പറ്റേ. During a vaginal childbirth, the first stage of labor lasts about 12 to 19 hours and starts when your baby settles lower into your pelvis. In response, your cervix begins to efface or become thinner and dilate or widen. നമുക്ക് കാണാം ആ സെർവിക്സ് കണ്ടോ ഡൈലേറ്റ് ചെയ്ത് വരുന്ന കാണാം, ബേബിയുടെ ഹെഡ് മൂവ് ചെയ്ത് വരുന്ന കണ്ടില്ലേ, അതെല്ലാം നമുക്കവിടെ. During this time, you may feel strong, regular contractions occurring every 5 to 20 minutes, and lower back pain and cramping that doesn't go away. ഈ സമയത്ത് ലോവർ ബാക്ക് പെയിൻ ഉണ്ടാവുന്നുണ്ട്. You may see a brownish or reddish mucus discharge, which could be the mucus plug at the opening of your cervix, falling out. Your water may break. ഇപ്പം കണ്ടില്ലേ, ആ ഒരു സെർവിക്സിലൊരു മ്യൂക്കസ് പ്ലഗ് അത് റിമൂവ്ഡ് ആവും. അപ്പോൾ റിമൂവ്ഡ് ആകുമ്പോഴത്തേക്ക് പിന്നെന്താണ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് റിലീസ് ചെയ്യും, അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. Which can either be a large gush of fluid or a continuous trickle. If you experience any of these symptoms, contact your doctor or midwife to see if you should go to the hospital. At the beginning of stage 2 of labor, which usually lasts from 20 minutes to 2 hours, സ്റ്റേജ് 2 ആണ് കാണുന്നത്. സ്റ്റേജ് 2 എന്താണ്, എക്സ്പെൽഷൻ ഓഫ് ബേബി. your cervix is fully dilated to 10 centimeters, and your baby's head has moved beyond the cervical opening into your birth canal.
Your doctor or midwife will instruct you to push during your contractions and rest between them. In a normal delivery, നമുക്ക് കാണാം കേട്ടോ ഇവിടുത്തെ കോൺട്രാക്ഷൻസ് ഒത്തിരി പവർഫുൾ ആണ്. എന്നാൽ ഈ ലോവർ മോസ്റ്റ് പോർഷൻ ഓഫ് യൂട്രസ് പാസീവായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. ആ ബേബിയെ പുറത്തേക്ക് എന്താണ് എം ടി ചെയ്യാൻ വേണ്ടി. your baby's head will rotate to face your back. During active labor, your uterus is divided into an active segment that contracts, pushing the baby downward, and a flexible passive segment that remains relaxed, stretching to provide more room for the baby to pass through. When the top of your baby's head appears, or crowns, your doctor may make a small cut, called an episiotomy, to enlarge the vaginal opening. ആ ബേബിയുടെ ഹെഡ് ജൈനയിൽ അപ്പിയർ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെ ക്രൗണി എന്ന് പറയും. ആ സമയത്ത് 2 ഇൻസിഷൻസ് 2 കട്ട് ഇൻസിഷൻസ് അല്ല 2 കട്ട് ഡോക്ടേഴ്സ് ചെയ്യും അവിടെ. Then your doctor or midwife will give you instructions on how to push your baby out. As your baby's head passes through the birth canal, it molds into an elongated shape. An elongated head shape will resolve itself. കണ്ടോ ആ ബേബിയുടെ ഹെഡ് സെർവിക്സ് വഴി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുണ്ട്. അതിൻ്റെ ഹെഡിൻ്റെ ഷേപ്പ് ഒന്ന് മോൾഡ് ചെയ്യപ്പെടും. റൗണ്ട് ഷേപ്പ് ഒന്ന് മാറിയിട്ട് അതൊന്ന് ഇലോങ്ങേറ്റഡ് ഷേപ്പ് ആയിട്ട് മാറും. പിന്നീട് അത് ശരിയാവും, നേരെയാവും. Within a few days, as the skull bones shift back into place. After your baby's head exits the birth canal, his or her head and shoulders will rotate to help the shoulders pass through the birth canal. Your baby's shoulders are delivered one after the other in order to fit through your pelvis. Once the shoulders emerge, the rest of your baby slides out easily. After your ഇനി ബേബി പോയി 3rd സ്റ്റേജ് ആണ് അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. baby is born, his or her umbilical cord will be cut. In stage 3 of labor, which may last 5 to 30 minutes, mild contractions will help push the placenta out of the uterus. During this stage, you and your baby may begin bonding through skin-to-skin contact and breastfeeding. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സ് എൻ്റെ നന്നായിട്ട് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് ലാക്ടേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. എന്താ ഈ ലാക്ടേഷൻ? ലാക്ടേഷൻ ഈസ് സിംപ്ലി സെക്രീഷൻ ഓഫ് മിൽക്ക് ബൈ ദ ബ്രസ്റ്റ് ദി മാമറി ഗ്ലാൻസ്. മാമറി ഗ്ലാൻസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ലാക്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ മാമറി ഗ്ലാൻസിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ. മാമറി ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് നൺ അതർ ദാൻ എന്തുവാ? മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ്. സെബം, ബോഡിയിൽ നമുക്കൊരു ഓയിൽനെസ് അത് സെക്രീറ്റ് ചെയ്യുന്ന സെബം ഗ്ലാൻഡ്, അതിൻ്റെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് മാമറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഇത് ബോത്ത് സെക്സസ്, മെയിലിലും ഫീമെയിൽസിലും ഉണ്ട്. പക്ഷേ ഫീമെയിൽസിലാണ് ഇത് ഡെവലപ്ഡ് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ളത്. എന്ത്? ഈ മാമറി ഗ്ലാൻസ്. അതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ലാക്ടിഫറസ് ഡക്സ് നമുക്ക് കാണാം. കണ്ടോ? ലാക്ടിഫറസ് ഡക്സ്, ഇതാണ് ഡക്സ്, ലാക്ടിഫറസ് ഡക്സ്. അത് വന്നിട്ട് വീണ്ടും ബ്രാഞ്ച് ചെയ്യുന്നുണ്ടോ? ബ്രാഞ്ച് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു എയർ സാക്ക് ഉണക്കും ഉള്ള സ്ട്രക്ചർ കാണാം അല്ലേ? കണ്ടെയ്ൻ ലാക്ടിഫറസ് ഡക്സ്. അത് ബ്രാഞ്ച് ചെയ്യുന്നുണ്ട് ഡക്ട്യൂൾസ് ആയിട്ട് മാറുന്നുണ്ട്. ഡക്ട്യൂൾസ് എന്തിലാണ് എൻഡപ്പ് ചെയ്യുന്നത്? സാക്ക് ലൈക്ക് സ്ട്രക്ചർ, അതിനെ പറയുന്ന പേരാണ് ആൽവിയോളി എന്ന് പറയും. അപ്പം ആൽവിയോളയ്ക്കുള്ളിൽ നിന്നാണ്, അവിടെയാണ് മിൽക്ക് സെക്രീറ്റിംഗ് ഗ്ലാൻഡ് ഉള്ളത്. അതിൽ നിന്നാണ് മിൽക്ക് ഉണ്ടാവുന്നത്. ഓക്കെ. മയോ എപ്പിത്തീലിയൽ സെൽസ്, ആൽവിയോളയുടെ വാൾ ഉണ്ടാക്കിയിരിക്കുന്ന സെൽസിൻ്റെ പേരാണ് മയോ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. കോൺട്രാക്റ്റൈൽ സെൽസ് ആണ്. അപ്പോൾ അതിൻ്റെ കോൺട്രാക്ഷൻസ് വഴി ആൽവിയോള ഇങ്ങനെ എന്താണ് കംപ്രസ്ഡ് ആയിട്ടാണ് മിൽക്ക് ഈ ഡക്ട്യൂൾസ് വഴി ഡക്സ് വഴി ഈ ഡക്സിലൂടെ കൺവേർട്ട് ചെയ്ത് വരുന്നത് എവിടെയാണ്? നിപ്പിളിലാണ്. അങ്ങനെയാണ് മിൽക്ക് ഇജക്റ്റ് ചെയ്യുന്നത്. അപ്പം ലാക്ടിഫറസ് ഡക്സ് കൺവേർട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത് നിപ്പിളിലാണ്. നിപ്പിൾസ് എൻ്റെ ചുറ്റും ഒരു ബ്ലാക്ക് ഏരിയ ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ഏരിയോള. ഓക്കെ. ഈ ഹോർമോണൽ കൺട്രോൾ കൂടെ നമുക്കൊന്ന് നോക്കാം. പ്യൂബർട്ടി ടൈമിൽ
ഈസ്ട്രജൻ ഹൈ ആയിരിക്കും പ്യൂബർട്ടിയുടെ ടൈമിൽ. അപ്പം ആ ഈസ്ട്രജൻ ഹൈ ലെവലിൽ ഇരിക്കുന്നത് കൊണ്ട് ആണ് ഈ ഡക്റ്റിൻ്റെ ഗ്രോത്തും ബ്രാഞ്ചിങ്ങും ഒക്കെ ഉണ്ടോ. ബ്രാഞ്ചിങ് നമുക്ക് ഇവിടെ കാണാം. ബ്രാഞ്ചിങ് ഒക്കെ നന്നായിട്ട് നടക്കും. പ്രൊജസ്ട്രോൺ ഉണ്ടായിരിക്കും ആ പ്യൂബർട്ടി ടൈമിൽ. അപ്പം ബ്രസ്റ്റിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ആൽവിയോള പക്ഷേ ആ ഒരു സ്റ്റേജിൽ ഡെവലപ്പ് ആവത്തില്ല. ഇനി പ്രഗ്നൻസി ആ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക്, പ്രഗ്നൻസിയുടെ ലേറ്റർ സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഹൈ ലെവലായിരിക്കും. ആ സമയത്താണ് ബ്രസ്റ്റിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റും ഡിഫറൻസിയേഷനും ഒക്കെ നടക്കുന്നത്. ഈ ആൽവിയോളയുടെ ഉണ്ടോ, ആൽവിയോള ഡെവലപ്മെൻറ്റും ഒക്കെ നടക്കുന്നത്. അപ്പം ആ സമയത്ത് ഒരു ഹോർമോൺ എന്താണ് അല്ലല്ല ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഹൈ ലെവലിൽ നിൽക്കുകയല്ലേ. അപ്പോൾ അത് ഹൈ ലെവലിൽ നിൽക്കുമ്പോൾ പ്രൊലാക്റ്റിൻ ഉണ്ടാവത്തില്ല. അത് പ്രൊലാക്റ്റിൻ ഉണ്ടാവത്തില്ല എന്നല്ല, പ്രൊലാക്റ്റിനാണ് ലാക്ടേഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. പ്രൊലാക്റ്റിന് ലാക്ടേഷൻ ഉണ്ടാക്കാൻ പറ്റുകയില്ല ഏതുണ്ടെങ്കിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഹൈ ആയിട്ടിരിക്കുവാണെങ്കിൽ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ പ്രൊലാക്റ്റിനാണ് ലാക്ടേഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ. ആ പ്രൊലാക്റ്റിനെ ഇൻഹിബിറ്റ് ചെയ്യും എന്ത്? ഈസ്ട്രജൻ്റെ പ്രൊജസ്ട്രോണിൻ്റെ ഹൈ ലെവൽ. അതെല്ലാം എപ്പോഴാണ് നടക്കുന്നത്? പ്രഗ്നൻസിയുടെ ലേറ്റർ സ്റ്റേജിൽ. ഓക്കെ. അപ്പോൾ ഇനി പാച്ചുറേഷൻ, ലേബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാസൻ്റെയും എക്സ്പെൽ ചെയ്യും. പ്ലാസൻ്റെയും എക്സ്പെൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവിടെ ആരുമില്ല ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒന്നും സെക്രീറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ലെവൽ കുറയും. അപ്പോൾ എന്ത് ചെയ്യും? പ്രൊലാക്റ്റിൻ ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ടാണ് ലാക്ടേഷൻ. അപ്പോൾ ലാക്ടേഷൻ ഈസ് കണക്റ്റഡ് വിത്ത് പ്രസൻസ് ഓഫ് പ്രൊലാക്റ്റിൻ കേട്ടോ. പ്രൊലാക്റ്റിൻ ഉണ്ടാവും. പ്രൊലാക്റ്റിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ അവിടെ അപ്പോൾ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഇല്ല. അപ്പം എങ്ങനെയാണ് മിൽക്ക് ഇജക്ട് ചെയ്യുന്നത്? ഒരു റിഫ്ലക്സ് ആക്ഷൻ ആണേ. ബേബി നിപ്പിളിൽ സക്കിൾ ചെയ്യുമ്പോൾ ചില ഇമ്പൾസസ്, അഫറൻറ്റ് ഇമ്പൾസസ് എങ്ങോട്ട് പോകും? ഹൈപ്പോതലാമസിൽ പോകും. അപ്പോൾ ഹൈപ്പോതലാമസ് ഒരു ഹോർമോൺ, റെഗുലേറ്ററി ഹോർമോണിനെ റിലീസ് ചെയ്യും. അതിൻ്റെ പേരാണ് പ്രൊലാക്റ്റിൻ റിലീസിങ് ഹോർമോൺ. ഈ പ്രൊലാക്റ്റിൻ റിലീസിങ് ഹോർമോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രൊലാക്റ്റിൻ ഉണ്ടാവുന്നത്. അതിനോടൊപ്പം തന്നെ ഈ സക്ലിംഗ് ഓക്സിറ്റോസിനും റിലീസ് ചെയ്യും. അപ്പോൾ ഓക്സിറ്റോസിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മിൽക്ക് ഇജക്ഷൻ. അപ്പോൾ ഓക്സിറ്റോസിനും പ്രൊലാക്റ്റിനോട് ചേർന്നിട്ടാണ് മിൽക്ക് ഇജക്ഷൻ ബ്രിങ് അബൌട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ സെക്ഷൻസും കംപ്ലീറ്റ് ചെയ്തു. pregnancy, gestation, paturation, and lactation. So we can wind up today's section. Thank you. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.